പാഠം 272. ഒരു പ്രതികാരത്തിന്റെ കഥ. മോഹനേട്ടാ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. മോഹനേട്ട പെട്ടെന്ന് കൈയടിക്ക് വന്നാ നമുക്ക് കാപ്പി കുടിക്കാം. നിനക്കെന്താ അത്ര തിരക്ക്? എന്താണ് കേസ് രാവിലെ? കേസല്ല, എനിക്ക് സദാനന്ദൻ സാറിനെ കണ്ട് 1-2 സംശയങ്ങൾ തീർക്കാനുണ്ട്, അതുകൊണ്ടാ. നിനക്ക് സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ലേ? 5 കൊല്ലം ലോ കോളേജിൽ പഠിച്ചിട്ടാണ് നീ LLB എടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് 5-6 കൊല്ലമായി കോടതിയായ കോടതി മുഴുവൻ കയറി ഇറങ്ങി കേസ് വാദിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് സംശയം തീരുന്നില്ല എന്ന് വെച്ചാ അതൊക്കെ നീ എന്നെ കണ്ടുപിടിക്കണം. റവന്യൂ വകുപ്പിലെ ഒരു കാര്യത്തിലും മോഹനകൃഷ്ണൻ സംശയമില്ല. കാരണം ഞാൻ ജോലിക്ക് കയറിയ കാലം മുതൽ വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരാളാണ്. റവന്യൂ വകുപ്പിൽ എന്താണ് ഇത്ര പഠിക്കാനുള്ളത്? ആകെയുള്ളത് കരം തീർക്കുക, പൊസഷൻ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ 4 സർട്ടിഫിക്കറ്റ് കൊടുക്കുക. വസ്തു പോക്കുവരവ് ചെയ്യുക. തീർന്നില്ലേ കാര്യം? ഇത്രയും പഠിക്കാനേ 3 ദിവസം മതി. പക്ഷേ കോടതി, നിയമം, കേസ് എന്നൊക്കെ പറഞ്ഞാൽ അതല്ല കാര്യം. ഓരോ ദിവസവും ഓരോ തരം കേസാണ്. ഓരോന്നിലും നിയമവും വകുപ്പും മാറും. അത് മുഴുവൻ അരച്ചു കലക്കി കുടിക്കണമെങ്കിലേ കമ്പ്യൂട്ടറിനെ കൊണ്ടുപോലും പറ്റില്ല. അയ്യോ മോഹനേട്ടാ, അതെ, എനിക്കാണെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കണം. ഒരു കേസിന്റെ കാര്യം പറഞ്ഞൊരു ഭരതൻ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടേ കുറച്ച് ദിവസമായി. എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് അയാൾ കേൾക്കണ്ടേ? അതെന്താ നിനക്ക് താല്പര്യമില്ലാത്ത കാര്യം? ആ കേസിൽ ഭരതന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല, അത്രേ ഉള്ളൂ. അതായത് ഇത്രയും കാലം നീ വാദിച്ച കേസുകളൊക്കെ ന്യായമുള്ള കേസുകളായിരുന്നു എന്ന്. ഇങ്ങനെ ന്യായം പറയാതെ ആ ഫോണൊന്നും എടുത്തേ. ഭരതനാണെങ്കിൽ മാത്രം ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ചെല്ല്. ഹലോ, അതെ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടാണ്. ആരാണ് സംസാരിക്കുന്നത്? ഉണ്ട്, കൊടുക്കാം. ഭരതൻ. എനിക്ക് തരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എനിക്ക് നുണ പറഞ്ഞ ശീലമില്ല. നീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. എനിക്ക് ഹലോ ഭരതൻ ചേട്ടാ. അയ്യോ, സദാനന്ദൻ സാറായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ ഭരതനാണെന്ന്. അയാളുടെ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞു. പക്ഷെ കേക്കണ്ടേ? ഓ സർ, ഞാൻ ഉടനെ എത്താം. ശരി. ഭരതനാണെന്ന് കരുതി നീ സദാനന്ദ സാറിനെ 4 ചീത്ത പറയുന്നതാണ് കരുതിയത്. കഷ്ടമായി പോയി. അങ്ങനെ ഫോൺ എടുത്ത വഴിയെ ചീത്ത വിളിക്കാൻ ഞാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ അല്ല, അഡ്വക്കേറ്റ് സത്യഭാമയാണ്. നിനക്ക് ഇത്ര ഇഷ്ടപ്പെടാത്ത ആ കേസ് എന്താണ്? ഈ ഭരതൻ എന്ന ആളുടെ. ഈ ഭരതനും അയാളുടെ ചേട്ടനും ഇവിടെ ഇല്ലായിരുന്നു. വർഷങ്ങളായി തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്ത് കുറെ കാശുണ്ടാക്കി. ചേട്ടനൊരു പാവത്തന, അനിയൻ ഭരതൻ പേരും കള്ളൻ. 2 പേരും കൂടി സമ്പാദിച്ച കാശ് കൊണ്ട് നാട്ടിൽ കുറെ ഭൂമി വാങ്ങി. ഭൂമി വാങ്ങിയത് മുഴുവൻ ഭരതന്റെ പേരിലും. ഇപ്പോ ബിസിനസ് എല്ലാം നിർത്തി നാട്ടിൽ വന്നപ്പോ ചേട്ടന്റെ പേരിൽ ഒന്നുമില്ല. ചേട്ടൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഭരതൻ അടുത്ത കളി കളിച്ചു. സ്വന്തം പേരിലുണ്ടായിരുന്ന ഭൂമി ഭാര്യയുടെ പേരിലേക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തു. അതിനെതിരെ ചേട്ടൻ കോടതിയിൽ പോകാനിരിക്കുകയാണെന്ന് ആരോ പറഞ്ഞിട്ട് മുൻകരുതൽ എടുക്കുകയാണ് ഭരതൻ. ചേട്ടൻ കേസ് കൊടുത്ത അതിന് നല്ലൊരു വക്കീല് വേണമല്ലോ. ഈ നല്ലൊരു വക്കീലാണ് വേണമെങ്കിൽ പിന്നെ എന്തിനാ നിന്നെ അന്വേഷിച്ചു വന്നത്? ഇത്തരം പൊളിച്ച തമാശ കേട്ടാൽ എനിക്ക് ചിരി വരില്ല. വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു നോക്ക്. ശിശുപാലൻ ചേട്ടനും കാഞ്ചനയും സ്വയംപ്രഭയൊക്കെ ചിരിക്കുമായിരിക്കും. അവർക്ക് വേറെ വഴിയില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? അതാരപ്പാ?
നമസ്കാരം. നമസ്കാരം. ഞാൻ ഭരതൻ, വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. ഇതാണ് ഭരതൻ. ഇതല്ലേ സത്യഭാമ വക്കീലിന്റെ വീട്? അതെ. വക്കീലില്ലേ? ഹമേ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആ, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കേസിനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം ജ്യേഷ്ഠനെ പറ്റിച്ച് അയാളുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്വാനാണ് നിങ്ങൾ. ചേട്ടാ, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്. ചേട്ടൻ അതിൽ ഇടപെടണ്ട. എങ്ങനെ പേഴ്സണൽ കാര്യമാവും? നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠനും കൂടി ഒരുമിച്ച് തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി. എന്നിട്ട് ആ കാശ് കൊണ്ട് വാങ്ങിയ ഭൂമി നിങ്ങളുടെ ഭാര്യയുടെ വാക്ക് കേട്ട് ജ്യേഷ്ഠനെ പറ്റിച്ച് സ്വന്തമാക്കാനുള്ള കള്ളക്കേസുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ. ഇത്തരക്കാരെ പിടിച്ച് ജയിലിടണം. ഒന്ന് ചുമ്മാതിരിക്കും, ഞാൻ സംസാരിച്ചോളാം. നീ സംസാരിച്ചോളൂ, പക്ഷേ അതിനു മുമ്പ് എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എടോ, താൻ രാമായണം എന്ന് കണ്ടിട്ടുണ്ടോ? ഒരു കേസ് കൊടുക്കണേ രാമായണം വായിക്കണോ? വേണ്ടി വരും. വനവാസത്തിന് പോയ ശ്രീരാമന് പകരം ഭരതനെ രാജാവാക്കാൻ ഭരതന്റെ അമ്മ കൈകേയി ഭർത്താവായ ദശരഥനെ നിർബന്ധിച്ചു. സ്ഥലത്തില്ലാതായിരുന്ന ഭരതൻ തിരിച്ചെത്തിയപ്പോ കാര്യമറിഞ്ഞ് സ്വന്തം അമ്മയോട് ക്ഷോഭിച്ച് വനവാസത്തിന് പോയ ശ്രീരാമനെ തേടിയിറങ്ങി. ജ്യേഷ്ഠനെ കണ്ടുപിടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വന്ന് രാജാവാകണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ശ്രീരാമൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഭരതനോട് തനിക്ക് പകരം രാജ്യം ഭരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജ്യേഷ്ഠനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഭരതൻ ശ്രീരാമന്റെ പാദുകങ്ങൾ വാങ്ങി തിരിച്ച് കൊട്ടാരത്തിലെത്തി ആ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠനെ പൂജിച്ച് ഭരണം തുടങ്ങി. 14 വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠനായ ശ്രീരാമൻ തിരികെ വരുന്നത് വരെ ഭരതൻ ആ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്നിട്ട് പോലുമില്ല. അങ്ങനെ ജ്യേഷ്ഠനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യന്റെ പേരും ഭരതൻ എന്നായിരുന്നു. സ്വന്തം ജ്യേഷ്ഠന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ പേരും ഭരതൻ. ഇത്തരം കള്ളന്മാരുടെ കേസ് വാദിച്ച പിന്നെ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? അത് ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങളുടെ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ സദാനന്ദ സാറിനോട് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെ വക്കീലേ? ചുമ്മാതല്ലോ, ചോദിച്ച ഫീസ് തന്നിട്ടല്ലേ? നിങ്ങൾ പറയുന്ന കേസ് വാദിക്കാൻ എനിക്ക് ഒരു ബാധ്യതയില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേസ് വാദിച്ചാൽ മതി. ഞാൻ ഏതൊക്കെ കേസ് വാദിക്കണം ഏതൊക്കെ വാദിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായല്ലോ? എങ്കിൽ പിന്നെ എന്തിനാ വക്കീലെന്ന് പറഞ്ഞു നടക്കുന്നത്? ചേട്ടാ പോന്നൊക്കെ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ അത് പറ വക്കീലേ. അയാള് വരട്ടിയപ്പോ വക്കീലങ്ങ് പേടിച്ചു പോയി. ഇങ്ങനെ പേടിയാണെങ്കിൽ ഇവിടുന്ന് അയാൾക്ക് കഞ്ഞിയും കറിയും വെച്ചു കൊടുക്ക. വക്കീലാണ് പോലും വക്കീല്. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് വക്കീലന്മാരെ കണ്ടതാ. കൈ കാശുണ്ടെങ്കിലേ വക്കീലിനെ കിട്ടാനാണോ പാട്? ഞാൻ നല്ല ഒന്നാം തരം വക്കീലിനെ കണ്ടുപിടിച്ച് കേസ് ഏൽപ്പിച്ചോളാം. 1,900 വക്കീലന്മാരുള്ള നാട്ടിലാ ഒരു വക്കീൽ ന്യായം പറയാൻ വരുന്നത്. മോഹനയുടെ ഇപ്പി കാണിച്ചത് വൃത്തികേടാണ്. എന്റെ കക്ഷി എന്നെ കാണാൻ വരുമ്പോ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? മോഹനയുടെ അതിലൊക്കെ ഇടപെടുന്നത്. അങ്ങനെ നിനക്ക് മാത്രം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നിന്റെ ഓഫീസിൽ വന്ന് നിന്നെ കാണണമായിരുന്നു. ഇത് എന്റെ വീടാണ്. ഇവിടെ വരുന്ന സകലരോടും ഞാൻ സംസാരിക്കും. അത് മര്യാദകേടാണ്. ഇപ്പോ അയാളുടെ മുന്നിൽ ഞാൻ മോശക്കാരിയായില്ലേ? സ്വന്തം ചേട്ടനെ പറ്റിക്കാൻ നോക്കുന്ന ഒരു തട്ടിപ്പുകാരൻ അയാളുടെ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോ അതിന്റെ അന്തസ്സ് എനിക്കല്ലേ? നീ അങ്ങനെ പറയണ്ടാന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ കേസ് വാദിച്ചാൽ പിന്നെ ഞാനും മോഹനേട്ടൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ലേ മോഹനേട്ടൻ പോകുന്നത്? അങ്ങനെ മോഹനേട്ടനെ പേടിച്ചാണ് ഞാൻ കേസ് വാദിക്കാത്തന്നല്ലേ അയാൾ കരുതിയിരിക്കുന്നേ. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അതിലെന്താ മോശമായിട്ടുള്ളത്? ഇതല്ലല്ലോ കാര്യം. ഇനിയിപ്പോ അയാൾ നാളെ നീളെ നടന്ന് പറയും സത്യഭാമ വക്കീലിന് സ്വന്തമായി ഒരു അഭിപ്രായവും ഇല്ല, ഭർത്താവ് പറയുന്ന പോലെ അവര് ചെയ്യൂന്ന്. ഇപ്പൊ തന്നെ അയാളുടെ മുഖത്ത് നോക്കി പറയുക നാട്ടിൽ 1,900 വക്കീലന്മാരുണ്ട്, ഞാൻ കൊള്ളാവുന്ന ആരുടെങ്കിലും അടുത്ത് പൊയ്ക്കോളാന്ന്. കഷ്ടമുണ്ട് മോഹനേട്ടാ. മോഹനേട്ടന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഇടപെടാറുണ്ടോ? മോഹനേട്ടനെ ഇടിച്ചു താഴ്ത്തി എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എന്നിട്ടും ആ സ്നേഹത്തിന്റെ പകുതി പോലും മോഹനേട്ടൻ എന്നോട് തിരിച്ചു കാണിക്കാറുണ്ടോ?
ഭാര്യ വീട്ടുവേലക്കാരിയായിട്ട് കരുന്നവര് ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അയാൾ ചോദിക്കാം മോഹനേട്ടന് വട്ടാണോന്ന്. എന്റെ സ്ഥാനത്ത് മോഹനേട്ടനാണെങ്കിൽ അപ്പൊ അത് കേൾക്കാന്ന് ചിരിച്ചേനെ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ, മോഹനേട്ടൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളന്നാണ്. സ്നേഹമുള്ളവര് അങ്ങനെ പറയാ. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ. കാര്യം പറയുന്നവർ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഇറങ്ങുന്നു. ആക്ക് വലിയ വിഷമായി കാണും. സാർ, എന്ത് പറ്റി സാർ? മുഖത്തൊരു ക്ഷീണം. വക്കീലുമായിട്ട് വഴക്കൊല്ലം ഉണ്ടാക്കിയോ? ഏയ്, ഒന്നുമില്ല സാർ. രാവിലെ മുതൽ ഒരാൾ പോക്കോരോന്റെ അപേക്ഷയുമായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ല. സാറ് വരാതെ പോക്കോരോ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പോയി. ഇപ്പതാ പിന്നെയും വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പോക്കോരോ കിട്ടണമെന്നാ പറയുന്നത്. ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്ന് സാറന്മാരെ, തമിഴ്നാട്ടിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വാങ്ങിയ ഭൂമിയാണ്. ഇപ്പോ എന്റെ ചേട്ടൻ അതിൽ അവകാശം പറഞ്ഞാൽ എങ്ങനെയാ? അയാൾക്ക് എന്നോട് അസൂയ സാറന്മാരെ. അതുകൊണ്ട് എന്റെ പോക്കുവരവ് മുടക്കാനായി കേസ് കൊടുക്കാനിരിക്കുക. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാ എനിക്കിത് പെട്ടെന്ന് പോക്കുവരവ് ചെയ്തു തരാൻ പറ്റും. ഭരതൻ പോക്കുവരവ് ചെയ്തു തരേണ്ട ഞങ്ങളല്ലല്ലോ ചേട്ടാ, വില്ലേജ് ഓഫീസർ അല്ലേ. ചേട്ടൻ സാറിനോട് പോയി സംസാരിക്കേ. പുള്ളിക്കാരനെ പറ്റി ഞാൻ അന്വേഷിച്ചു. ആട് വലിയ സത്യസന്ധനാണെന്നാ കേട്ടത്. അതാ എനിക്ക് പേടി. നിങ്ങൾ പുള്ളിക്കാരനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചാ നല്ലൊരു തുക ഞാൻ നിങ്ങൾക്ക് തരാം. സാറാണോ വില്ലേജ് ഓഫീസർ? സാറിന് ഇയാളെ അറിയാമോ? പിന്നെ ഞാനും ഭരതനും അടുത്ത സുഹൃത്തുക്കളല്ലേ. അപ്പോ വസ്തു പോക്കുവരവ് ചെയ്യുക പോലും ചെയ്യാതെയാണ് ഭരതൻ ചേട്ടൻ കേസിന് ഇറങ്ങിയിരിക്കുന്നത്. സാറേ, സാറ് വില്ലേജ് ഓഫീസറാണെന്ന് എനിക്കറിയില്ല. ഞാൻ വില്ലേജ് ഓഫീസറാണെന്ന് വളരെ ചുരുക്കം പേർക്കേ അറിയാവൂ. അത് സാരമില്ല. അപ്പോ ഭരതൻ ചേട്ടന്റെ പ്രശ്നം എന്താണ്? വസ്തു പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ കേട്ടോ ശിവാല, കേരളത്തിൽ 1,900 വക്കീലന്മാരുണ്ട്. അതുകൊണ്ട് ഒരു വക്കീൽ കേസ് ബാധിച്ചില്ലെങ്കിൽ വേറെ വക്കീലിനെ അന്വേഷിച്ചു കൊള്ളാമെന്ന് രാവിലെ ഭരതൻ ചേട്ടൻ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. വക്കീലന്മാർ 1,900 കാണും, പക്ഷേ വില്ലേജ് ഓഫീസർ ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഭരതൻ ചേട്ടൻ എന്ത് ചെയ്യും? സാറ് ക്ഷമിക്കണം, സാറ് വില്ലേജ് ഓഫീസറാണെന്ന് അറിയാതെ പറ്റിയതാ. അപ്പൊ വില്ലേജ് ഓഫീസർ അല്ലാത്ത ആരോടും എന്തും ചെയ്യാം അല്ലേ? ഭരതൻ ചേട്ടന്റെ കൈ കാശുണ്ടല്ലോ, അടുത്ത വില്ലേജിൽ കൊണ്ടുപോയി പോക്കുവരയിച്ചു. സാർ, രാവിലെ എന്റെ ഭാര്യയോട് ഭരതൻ ചേട്ടൻ എന്താ പറഞ്ഞത്? ഭർത്താവിനെ പേടിച്ച് കഴിയുന്ന ഒരു പാവം വക്കീലാണ് അവളെന്ന് അല്ലേ? അത് തെറ്റാണ്. ഞാൻ ഭാര്യയെ പേടിച്ച് കഴിയുന്ന ഒരു പാവം വില്ലേജ് ഓഫീസറാണ്. എന്റെ ഭാര്യ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂ. ഭാമ പോക്കുവരവ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോക്കുവരവ് ചെയ്യില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? കയ്യിലിത്തിരി കാശുണ്ടെന്ന് കരുതി ഒരുപാട് അങ്ങ് അഹങ്കരിക്കല്ലേ. ആ പോയ കടുവയുടെ സ്വഭാവം ഭരതൻ അറിയില്ല. ഈ നൂറ്റാണ്ടിൽ തന്റെ പോക്കോരോ നടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഒന്നും പറയണ്ട എന്റെ വിദ്യാലക്ഷ്മി.
സത്യം പറഞ്ഞ സങ്കടം വന്നു. വന്ന് മോഹനേട്ടൻ എല്ലാ കാര്യത്തിലും കൂട്ടിക്കളിയാ. എന്റെ വിഷമത്തെ കുറിച്ച് ആലോചിക്കൂടിയില്ല. എന്നിങ്ങോട്ട് വരട്ടെ, മിണ്ടില്ല ഞാൻ. ഞാൻ മിണ്ടാണ്ടിരുന്ന ആശാന് വിഷമാവും. ആവട്ടെ. വക്കീലേ, ആര് വന്നിട്ടുണ്ട് വിദ്യ? ഞാൻ വിളിക്കാം. എന്റെ പൊന്നു വക്കീലെ, എനിക്കൊരു അബദ്ധം പറ്റി. എന്നോട് ക്ഷമിക്കണം. എന്താ കാര്യം? ഞാൻ രാവിലെ വക്കീലിനോട് കുറച്ച് മോശമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് പറ്റിപ്പോയൊരബദ്ധമാണ്. ഞാൻ കാലു പിടിക്കാം. നിങ്ങളുടെ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. നിങ്ങളല്ല രാവിലെ പറഞ്ഞത് നാട്ടിൽ 900 വക്കീലന്മാരുണ്ട്, അവരെ ആരെങ്കിലും ഞാൻ അന്വേഷിച്ചോളാമെന്ന്. വക്കീലെ, നാട്ടിൽ 900 വക്കീലന്മാരുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസർ ഒന്നല്ലേ ഉള്ളൂ. വക്കീലിന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആധാരം പോക്കുവരവ് ചെയ്യാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ആധാരം പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് സാറ് പറഞ്ഞു. വക്കീൽ എന്നെ സഹായിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതൊക്കെ പൊറുക്കണം. വക്കീല് വലിയ ആളാ. ഞാൻ വലിയ ആളാണ് എന്നതിന് ചേട്ടന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. വക്കീൽ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ ഞാൻ പോകും. ഓ, ഇത് വലിയ ശല്യമല്ലോ. ചേട്ടൻ രാവിലെ പറഞ്ഞത് ചേട്ടന്റെ വിവരക്കേടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ചേട്ടൻ ചെല്ല് എന്ന് പറഞ്ഞാ പോരാ. എന്റെ വസ്തു പോക്കുവരവ് ചെയ്തേരാൻ വക്കീൽ സാറിനോടൊന്ന് പറയണം. അയ്യോ, ഞാനൊരു വക്കീലാണേ. വക്കീൽ എന്താണ് വില്ലേജ് ഓഫീസിൽ കാര്യം? എന്നാലും വക്കീലെ. ചേട്ടാ പോ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, വിദ്യാലക്ഷ്മി, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. ഭരതന് കിട്ടാനുള്ളതൊക്കെ മോഹനേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടി. അയാളിപ്പോ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിദ്യയെ, എന്റെ വില്ലേജ് ഓഫീസർ ആള് പുലിക്കുട്ടിയാണെന്ന്? നമസ്കാരം സാർ. ഇതാരും ഭരതനോ? എന്താ വഴിക്ക് നിന്നുള്ളത്? ഞാൻ ഓഫീസിലേക്ക് വന്ന ഇനി സാറ് വല്ല വഴക്കും പറയൂന്നോർത്ത് ഇവിടെ നിന്നതാ. ഇപ്പൊ ഭരതൻ എന്താ വേണ്ടത്? ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. സാറിന്റെ ഭാര്യയെ കണ്ടു. താൻ രാവിലെ വന്നപ്പോഴും എന്റെ ഭാര്യയെ കണ്ടതാണല്ലോ. ഇതങ്ങനെയല്ല സാർ. രാവിലെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ പോയി വക്കീലിനോട് മാപ്പ് പറഞ്ഞു. ഓഹോ, അപ്പൊ മാപ്പ് പറയാനൊക്കെ തനിക്കറിയാം. രാവിലെ താൻ പറഞ്ഞത് കയ്യിൽ കാശുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ എന്തുമാകാമെന്നല്ലേ? തന്റെ കയ്യിൽ കാശുണ്ട്, പിന്നെന്തിനാ മാപ്പ് പറഞ്ഞത്? സാറേ, ശവത്തെ കുത്തരുത്. സാറിന്റെ ഭാര്യ പറയാതെ എന്റെ വസ്തു പോക്കുവരവ് ചെയ്തു തരില്ല എന്ന് സാറ് പറഞ്ഞതുകൊണ്ടാ ഞാൻ പോയി വക്കീലിനെ കണ്ട് മാപ്പ് പറഞ്ഞത്. ഇനിയെങ്കിലും സാർ ആ ഭൂമി പോക്കുവരവ് ചെയ്തു തരണം. ഭരതൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? ഞാനൊരു കാര്യം പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ? എന്റെ ഭാര്യ പറയാതെ തന്റെ ഭൂമി പോക്കുവരവ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞ സത്യമാണ്. പക്ഷേ എന്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ ആ പോക്കുവരവ് ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു. ഇല്ല. അതാണ് കാര്യം. വില്ലേജ് ഓഫീസറുടെ ഭാര്യ പറയുന്നത് കേട്ടിട്ടല്ല വില്ലേജ് ഓഫീസർ ഭൂമി പോക്കുവരവ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും. റവന്യൂ രേഖകൾ പരിശോധിച്ചിട്ടാണ്. തന്റെ പോക്കുവരവുള്ള അപേക്ഷ ഓഫീസിലുണ്ട്. പരാതിക്കാരായ ആരും വരില്ല എങ്കിൽ 1 മാസം കഴിഞ്ഞ് തനിക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടും. പക്ഷെ പരാതിക്കാരുണ്ടാവും സാർ. എന്റെ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, അപ്പൊ പോക്കുവരവ് നടക്കില്ല. പറ്റേ സാർ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? പോയി തന്റെ ചേട്ടനുമായിട്ടുള്ള തർക്കം തീർത്തിട്ട് വരൂ. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പൊന്നു ഭരതൻ ചേട്ടാ, വില്ലേജ് ഓഫീസിൽ ഒരു കടലാസ് കുടുങ്ങിപ്പോയാൽ അത് അവിടെ നിന്ന് ഊരിയെടുക്കാൻ ബ്രഹ്മാവ് വിചാരിച്ച പോലും നടക്കില്ല.
ഇനിയിപ്പോ എന്താ ചെയ്യാ? വന്ന് വന്ന് ചേട്ടനോട് മാപ്പ് പറയേണ്ടി വരുമോ? അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി എന്റെ വില്ലേജ് ഓഫീസർ എനിക്ക് വേണ്ടി ഒരു വാശി കാണിച്ചു. എന്നെ കളിയാക്കി വിട്ട ഭരതനെ ഇവിടെ പറഞ്ഞുവിട്ട് എന്നോട് ക്ഷമ പറയിച്ചു. എന്തായാലും എനിക്ക് സന്തോഷായി. എന്റെ വിഷമങ്ങളും മോഹനേട്ടൻ മനസ്സിലാവൂലോ. അയാൾ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ആ വസ്തു അങ്ങനെ പെട്ടെന്ന് പോക്കോരോ ചെയ്ത് കൊടുക്കണ്ടെന്ന്. അയാളുടെ ചേട്ടനൊരു പരാതി എഴുതി തന്നാൽ പോക്കോരോ വഹിക്കാനാണോ പാട്? ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോവും. അപ്പോഴാണ് ഞാൻ രാവിലെ നീ പറഞ്ഞൊക്കെ ഓർത്തത്. ഞാൻ ഭരതന്റെ മുമ്പ് വെച്ച് നിന്നെ കളിയാക്കിയെന്നാണല്ലോ നിന്റെ പരാതി. കടിച്ച പാമ്പനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാ അയാൾ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്റെ വില്ലേജ് ഓഫീസർ ഒരു പുലുക്കുട്ടിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ വിഷവൈദ്യനാണെന്ന് ഇന്നല്ലേ മനസ്സിലായത്. ആ അല്ല, കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് വിഷം ഇറക്കിക്കണമെങ്കിൽ നല്ല ഒന്നാന്തര വിഷവൈദ്യനാവണ്ടേ? ഭരതനെ പോലുള്ള മുട്ടൻ പാമ്പുകളുള്ള നാട്ടിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് വിഷവൈദ്യമൊക്കെ പഠിച്ചിരിക്കണം. നിനക്ക് സന്തോഷായില്ലേ? ഒത്തിരി 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 സന്തോഷമായി. എന്നിട്ട് ഞാൻ ചെയ്തതിന് പകരമായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എന്താ വില്ലേജ് ഓഫീസർക്ക് വേണ്ടത്? വിഷവൈദ്യന്മാരെ ഇങ്ങനെ റൊമാൻറ്റിക് ആവാൻ പാടില്ല.